Shadrach, Meshach and Abednego were here for today's service. ഇന്നത്തെ സഭായോഗത്തിൽ ശദ്രക്കും മേശക്കും അബേദനഗവും ഉണ്ടായിരുന്നെങ്കിൽ they would have a powerful testimony to share to us. അവർക്കും നമ്മളോട് പറയുവാൻ ശക്തിമത്തായ ജീവനുള്ള ഒരു സാക്ഷ്യം ഉണ്ടായിരിക്കും. They will say like this. അവർ പറയുന്ന ഒരു കാര്യം ഇപ്രകാരമായിരിക്കും. Hey, we were thrown into the lake of fire. ഞങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി ഞങ്ങളെ നിവരെ നിന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ കത്തുന്ന തീച്ചൂളയിലേക്ക് ഞങ്ങളെ വലിച്ചെറിഞ്ഞു. And look at us. ഞങ്ങളെ ഒന്ന് നോക്കിയാട്ടെ. This was with the same dress we went into the fire. ഇതേ വസ്ത്രവുമായിട്ട് തന്നെയാണ് രാജാവിന്റെ കിങ്കരന്മാർ ഞങ്ങളെ തീച്ചൂളയിലേക്ക് ഇട്ടത്. Our dresses were not burned. ഞങ്ങൾ ധരിച്ച വസ്ത്രത്തിന് പോലും ഒരു കേടുപാട് സംഭവിച്ചില്ല. Our bodies were not held. ഞങ്ങളുടെ ശരീരം പൊള്ളലേറ്റില്ല. You know, God needs some trusty people whom he can trust to take through the fire. ദൈവത്തിന് ആവശ്യം ഏത് സാഹചര്യത്തിലും ദൈവം നല്ലവനാണ് എന്ന് ജീവിതം കൊണ്ട് വിളിച്ചു പറയുവാൻ കഴിവുള്ള കെൽപ്പുള്ള ഒരു പറ്റം വിശ്വസ്തരെയാണ് ദൈവത്തിന് ആവശ്യം. Maybe some of you are asking why God is taking me to such a struggle. ഒരുപക്ഷേ നിങ്ങൾ ചിലരെങ്കിലും ചോദിക്കും, ഇത്രത്തോളം ഞാൻ കർത്താവിനെ സ്നേഹിച്ചിട്ടും എന്തേ ദൈവം എന്നെ ഈ വഴികളിലൂടെ നടത്തുന്നത് എന്ന്. Why I had to go through such big trouble? എന്തുകൊണ്ടാണ് ഇത്രമേൽ വലിയ പ്രശ്നങ്ങളിലൂടെ ദൈവം എന്നെ കടത്തിവിടുന്നത് എന്ന്. Because God wants to use you as a living testimony for his name. ഉത്തരം ഒന്നേയുള്ളൂ. അത്തരം ഒരു സാഹചര്യത്തിലൂടെ കടത്തിവിടുന്ന നിനക്ക് പിന്നത്തേതിൽ പറയുവാൻ കഴിയണം, എന്നെ നടത്തിയതും എന്നെ നയിച്ചതും കർത്താവായിരുന്നു എന്ന്. When people look at you, they will say, it is definitely, there is no doubt, only God can deliver people like this. നിന്നെ കാണുന്ന ജനം ഒരുപോലെ പറയണം, ഈ ഒരു അവസ്ഥയിലൂടെ നിന്നെ കടത്തിവിട്ടതും നിന്നെ നയിച്ചതും നിന്നെ ഉദ്ധരിച്ചതും ദൈവം മാത്രമാണ് എന്ന്. Your God is a living God. പ്രിയ സഹോദര സഹോദരി, നിന്റെ ദൈവമുണ്ടല്ലോ ജീവനുള്ള ദൈവമാണ്. People should look at you and tell that your God is a real God. നിന്നെ കാണുന്ന ജനം ഒരുപോലെ പറയുന്ന ഒരു കാര്യമുണ്ട്, സഹോദര സഹോദരി, നീ പിൻപറ്റുന്ന ദൈവമുണ്ടല്ലോ ജീവനുള്ള ദൈവമാണ്. Your God is a merciful God. നിന്റെ ദൈവം കരുണാസമ്പന്നനാണ്. Your God is not a founder of a religion, but he is a lover of mankind. നിന്റെ ദൈവം ഏതെങ്കിലും ഒരു മതസ്ഥാപകനല്ല, മറിച്ച് മനുഷ്യനെ സ്നേഹിക്കുന്നവനാണ്. Your God is a God who will heal the sick people. രോഗികളെ സൗഖ്യമാക്കുന്നവനാണ് നിന്റെ ദൈവം. Your God is a God who can do tremendous and miraculous things. അനേകം അതിശയകരമായ കാര്യങ്ങളെ ഒന്നിനെ പിറകെ ഒന്നായി ചെയ്തെടുക്കുന്നവനാണ് നിന്റെ ദൈവം. He is a God of all creation. സകലത്തെയും സൃഷ്ടിക്കുന്ന സകല സൃഷ്ടിയുടെയും കർത്താവ്. He loves every human being. അവിടുന്ന് സൃഷ്ടിച്ച സകലരെയും അവിടുന്ന് സ്നേഹിക്കുന്നു. No, he is beyond religion. മതത്തിനപ്പുറത്താണ് നമ്മുടെ ദൈവം. His name is love. അവിടുത്തെ പേരെന്ന് പറയുന്നത് തന്നെ സ്നേഹമെന്നാണ്. The Bible says, ദൈവത്തിന്റെ വചനം പറയുന്നു, God is love. ദൈവം സ്നേഹമാകുന്നു. Irrespective of religion, he loves people. മതത്തിന്റെ കെട്ടുപാടുകൾക്ക് അപ്പുറത്തായി ദൈവം തന്റെ സൃഷ്ടിയായ മനുഷ്യനെ സ്നേഹിക്കുന്നു. Irrespective of caste, color, creed, he loves people. മതജാതിവാദ വർഗ വർണ്ണ വിവേചനങ്ങൾക്കൊക്കെ ഉപരിയായി ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. Irrespective of educational status, he loves people. സാക്ഷരനെന്നോ നിരക്ഷരനെന്നോ നോക്കാതെ ദൈവം സകലരെയും സ്നേഹിക്കുന്നു. Your God is an awesome God. നിന്റെ ദൈവമുണ്ടല്ലോ മഹത്വം വാരിച്ചുറ്റിയ ദൈവമാണ്. He can do great and wonderful things. ദൈവത്തിന് വലിയതും അതിശയകരവുമായ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. I need a God like that. അങ്ങനെയുള്ള ഒരു ദൈവത്തെയാണ് എനിക്ക് വേണ്ടത്. I'm looking for a God like that. അങ്ങനെ ഒരു ദൈവത്തെയാണ് ഞാൻ പരതി നടക്കുന്നത്. Who is full of love and compassion. എന്നോട് അങ്ങേയറ്റം സ്നേഹവും ദയയും കാണിക്കുന്നവൻ. Who is full of mercy. എന്നോട് കരുണ കാണിക്കുന്ന ഒരു ദൈവം. This morning I have a God to introduce to you. ഇന്ന് പകൽക്കാലം പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഒരു ദൈവത്തെയാണ് എനിക്ക് പരിചയപ്പെടുത്തുവാനുള്ളത്. A God of compassion. കരുണയുടെ ദൈവം. A God of mercy. മനസ്സലിവിന്റെ ദൈവം. One word from his mouth can change your life. അവിടുത്തെ വായിൽ നിന്നും വരുന്ന ഒരൊറ്റ വാചകത്തെ കൊണ്ട്, ഒരൊറ്റ വാക്കിനെ കൊണ്ട് ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കുവാൻ കഴിയും. Bible says, ദൈവത്തിന്റെ വചനം പറയുന്നു, he is near to the broken hearted. തകർന്നു നുറുകിയുമുള്ള ഹൃദയത്തോട് അവിടെ അടുത്തിരിക്കുന്ന ദൈവമാണ്. He is near to the mercy. He is near to the people who are in need. ആവശ്യത്തിലിരിക്കുന്നവരോട് കൂട്ടായ്മ പുലർത്തുന്ന ദൈവം. Bible says, ദൈവത്തിന്റെ വചനം പറയുന്നു, whoever calls upon his name, he will answer to them. ആരൊക്കെ അവിടുത്തെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നുവോ അവർക്കെല്ലാം ഉത്തരമരുളുന്ന ദൈവം. Nothing is impossible with him. ആ ദൈവത്തിന് അസാധ്യമായതൊന്നും തന്നെയില്ല. Nothing is impossible. ആ ദൈവത്തിന് അസാധ്യമായതൊന്നും തന്നെയില്ല. There is no conditions laid by him. ആ ദൈവം ഒരു വ്യവസ്ഥയും വെച്ചിട്ടില്ല. This morning
ഇന്ന് പകൽക്കാലം if you are here with a need, ഒരാവശ്യത്തോടു കൂടെയാണോ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത്? call upon the name of God, the creator God. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളെ നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. As my beloved sister said over here, ഇവിടെ എന്റെ പ്രിയ സഹോദരി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, there is only one God. ഒരൊറ്റ ദൈവമേ ഉള്ളൂ. He is a God of love. അത് സ്നേഹത്തിന്റെ He is ദൈവമാണ്. a compassionate God. അത് മനസ്സലിവിന്റെ He is ദൈവമാണ്. a merciful God. അത് കരുണയുടെ ദൈവമാണ്. He is your deliverer. അത് നിങ്ങളെ വിടുവിക്കുന്ന ദൈവമാണ്. This morning, if you can call upon the name of God, ഇന്ന് പകൽക്കാലം പരമാർത്ഥ ഹൃദയത്തോടെ ആ ദൈവത്തിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ നിങ്ങൾ മനസ്സ് വെക്കുന്നുവെങ്കിൽ, He will stretch forth His hand. ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം, അവിടുത്തെ കരം കുറുതായി പോയിട്ടില്ല. And before His ascension, He said like this, അവിടുത്തെ സ്വർഗാരോഹണത്തിന് മുൻപായി അവിടെ അരുളി ചെയ്തൊരു കാര്യമുണ്ട്. oh, you go into all the world. നിങ്ങൾ സകല സൃഷ്ടികളുടെ അടുത്തേക്കും കടന്നു പോവുക. I give you the same authority and the anointing. എന്നിലുള്ള അതേ അധികാരവും അഭിഷേകവും ഞാൻ നിങ്ങൾക്ക് തരുന്നു. Yes, I heal the sick people. ഞാൻ രോഗികളെ സൗഖ്യമാക്കിയതുപോലെ, Yes, I heal the lame and blind. ഞാൻ കുരുടനെയും കുഷ്ഠരോഗിയെയും ശുദ്ധമാക്കുകയും സൗഖ്യമാക്കുകയും ചെയ്തതുപോലെ, Yes, I cleanse the lepers. ഞാൻ കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിയതുപോലെ, You go and show this mercy. നീയും പോയി അത് തന്നെ ചെയ്യുക. When you say in faith, നിങ്ങൾ വിശ്വാസത്തോടെ എന്തെങ്കിലും വിളിച്ചു പറയുമ്പോൾ it will happen like that. നിശ്ചയമായും അത് അവണ്ണം And I സംഭവിക്കും. strongly believe ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. what our beloved said this morning. ഇന്ന് പകൽക്കാലം ആ പ്രിയപ്പെട്ടവൻ പറഞ്ഞതുപോലെ, If you say in faith, വിശ്വാസത്തോടെ ഇത് സംഭവിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നിങ്ങൾ പറയുമ്പോൾ, if you believe without any doubt, സംശയത്തിന്റെ ഒരു കണിക പോലും ഇല്ലാതെ വിളിച്ചു പറയുമ്പോൾ, God will do it. നിങ്ങൾ പറഞ്ഞതിനെ ദൈവം അങ്ങനെ തന്നെ ചെയ്യും. Church is the living example of our living God. ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള സാക്ഷിയാണ് ദൈവത്തിന്റെ സഭ. We are the living testimony. നമ്മളാണ് ഇന്ന് ജീവിക്കുന്ന സാക്ഷ്യങ്ങൾ. We carry His power. നമ്മൾ വഹിക്കുന്നത് അവിടുത്തെ ശക്തിയാണ്. We carry His anointing. അവിടുത്തെ അഭിഷേകമാണ് നമ്മൾ ചുമക്കുന്നത്. He sent us to do and continue the same mission. അവിടുന്ന് തുടങ്ങി വെച്ച അതേ ശുശ്രൂഷ അതേ തീവ്രതയോടെ ചെയ്യാനാണ് എന്നെയും നിങ്ങളെയും ദൈവമാക്കി That's വെച്ചിരിക്കുന്നത്. why we are merciful to the people. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നത്. That's why we are merciful to the sick people. അതുകൊണ്ടാണ് ഒരു രോഗിയെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് നോവുന്നത്. That's why we are merciful to the alcoholics. അതുകൊണ്ടാണ് ഒരു മദ്യപാനിയെ കാണുമ്പോൾ നമ്മൾ ചേർത്ത് പിടിക്കുന്നത്. That's why we pray for the drug addicts people. അതുകൊണ്ടാണ് മദ്യപാനികളെ കാണുമ്പോൾ ചേർത്ത് പിടിച്ച് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. This morning, ഇന്ന് പകൽക്കാലം God has called us to be His living witness. ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ ദൈവത്തിന്റെ ജീവിക്കുന്ന സാക്ഷികളായി നിൽക്കുവാൻ വേണ്ടിയിട്ടാണ്. God has called us to carry His anointing. ദൈവത്തിന്റെ അഭിഷേകം ചുമക്കുന്നവരായി ഈ ഭൂമിയിലായിരിക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. God has called us to carry His love to other people. മറ്റുള്ളവരോട് ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ സ്ഥാനാപതികളായിരിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. Jesus said to the disciples, യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, as my Father sent me, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ I send you. ഞാൻ നിങ്ങളെയും അയക്കുന്നു. I will be with you till the end of this world. ഈ ലോക അവസാനത്തോളം എല്ലാ നാളും കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. And do continue to do my ministry. എന്റെ ശുശ്രൂഷ നിറപടിയായി നിങ്ങൾ നിവർത്തിച്ചാട്ടെ. Every member of his body ദൈവസഭയിൽ ഓരോ അംഗങ്ങളും has to continue the mission of Jesus. യേശു കർത്താവ് ചെയ്ത ശുശ്രൂഷ അതിന്റെ തനിമയോടെ ചെയ്യുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. What is the mission of Jesus? യേശു കർത്താവിന്റെ ദൗത്യം എന്തായിരുന്നു? It was a mission of love. അത് സ്നേഹത്തിന്റെ It ദൗത്യമായിരുന്നു. was a mission of compassion. അത് മനസ്സലിവിന്റെ It's ശുശ്രൂഷയായിരുന്നു. a mission of redemption. അത് വീണ്ടെടുപ്പിന്റെ ശുശ്രൂഷയായിരുന്നു. Bible says about Jesus, യേശു കർത്താവിനെ കുറിച്ച് ബൈബിൾ പറയുന്ന ഒരു കാര്യമുണ്ട്. He went around and did good things. അവിടുന്ന് നാടെങ്ങും സഞ്ചരിച്ച് നന്മ ചെയ്തു പോന്നു എന്ന്. He went around and did good things. അവിടുന്ന് നാടെമ്പാടും സഞ്ചരിച്ച് രോഗികളെ സൗഖ്യമാക്കി. And he healed the sick people. രോഗികളെ അവിടുന്ന് സൗഖ്യമാക്കി. Comforted the broken hearts. തകർന്നിരിക്കുന്നവരെ ചേർത്ത് പിടിച്ച് And ആശ്വസിപ്പിച്ചു. wiped the tears of the people. കരയുന്നവരുടെ കണ്ണുനീരൊക്കെയും തുടച്ചു We മാറ്റി. have only one mission to do in this world. നമ്മുടെ കണ്ണടയുന്നതിന് മുമ്പേ നമുക്ക് ചെയ്തു തീർക്കുവാൻ ഒരൊറ്റ ദൗത്യമേ ഉള്ളൂ. That is the mission of Jesus. അത് യേശു കർത്താവിന്റെ ദൗത്യമാണ്. That is the mission of our Lord Jesus അത് നമ്മുടെ Christ. കർത്താവിന്റെ ദൗത്യമാണ്. That is the mission given by our Lord Jesus നമ്മുടെ Christ. കർത്താവ് നമ്മളെ വിശ്വസ്തരെന്നെണ്ണി ബലമേൽപ്പിച്ച ശുശ്രൂഷയാണ്. A mission of love. അത് സ്നേഹത്തിന്റെ A ശുശ്രൂഷയാണ്. mission of compassion. അത് മനസ്സലിവിന്റെ ശുശ്രൂഷയാണ്. A mission of healing. അത് സൗഖ്യത്തിന്റെ ദൗത്യമാണ്. A mission of restoration. അത്
യഥാസ്ഥാപനത്തിന്റെ ദൗത്യമാണ്. A mission of taking people, lifting people up. കുഴഞ്ഞിരിക്കുന്നവരെ നിവരെ നിർത്തുന്ന ശുശ്രൂഷയാണത്. That is the mission of the church. അതാണ് സഭയ്ക്ക് നിവർത്തിച്ചെടുക്കാനുള്ള ദൗത്യം. And the church becomes church when it continues the mission of Jesus. യേശു കർത്താവ് തുടങ്ങി വെച്ച അതേ ശുശ്രൂഷ അതിന്റെ തനിമയോടെ, തീവ്രതയോടെ, ശക്തിയോടെ ചെയ്തെടുക്കുമ്പോഴാണ് ഒരു സഭ സഭയായി തീരുന്നത്. But unfortunately, പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, church has become an organization. സഭ എന്ന് പറയുന്നത് ഒരു സംഘടനയുടെ നിലവാരത്തിലേക്ക് അധപ്പതിച്ചിരിക്കുന്നു. Church has become a group of people. ഒരു കൂട്ടം ആളുകളുടെ കൂടിവരവായി അത് അധപ്പതിച്ചിരിക്കുന്നു. Church has become an organization to fight for the rights from the government and for the people. ഭരണാധികാരികളിൽ നിന്നും തങ്ങൾക്ക് ന്യായമായി ലഭിക്കേണ്ടുന്ന അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു സംഘടനയുടെ താഴ്ന്ന നിലവാരത്തിലേക്ക് ദൈവത്തിന്റെ സഭ വീണിരിക്കുന്നു. Unfortunately, dear brothers and dear sisters, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിർഭാഗ്യവശാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. it is time that we have to be the church, the body of Christ. ക്രിസ്തുവിന്റെ സഭ എന്ന, ക്രിസ്തുവിന്റെ ശരീരം എന്ന നിലയ്ക്ക് ദൈവസഭയുടെ മുഴുബലത്തോടും കൂടെ ദൈവസഭ എഴുന്നേൽക്കേണ്ടുന്ന സമയമായിരിക്കുന്നു. We have to act as the body of Christ. ക്രിസ്തുവിന്റെ ശരീരം എന്ന വണ്ണം അതിന്റെ തനിമയോടെ പ്രവർത്തിക്കേണ്ടുന്ന സമയമായിരിക്കുന്നു. Why do I need a body? എന്തുകൊണ്ടാണ് എനിക്കൊരു ശരീരത്തിന്റെ ആവശ്യകതയുള്ളത്? To do what God asked me to do. ദൈവം എന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നിറപടിയായി ചെയ്യേണ്ടതിന് എനിക്കൊരു ശരീരം ആവശ്യമുണ്ട്. Why do I need hands? എന്തുകൊണ്ടാണ് എനിക്കൊരു കൈയുടെ ആവശ്യമുള്ളത്? When the head gives the direction, the hand has to do. തലയിൽ നിന്നും വരുന്ന നിർദ്ദേശങ്ങൾ ചെയ്യേണ്ടതിന് വേണ്ടി എനിക്കൊരു കൈ അത്യാവശ്യമാണ്. Bible says, ദൈവത്തിന്റെ വചനം പറയുന്നു, Jesus is the head of the church. യേശു കർത്താവാണ് സഭയുടെ ശിരസ്സെന്ന്. And we are the hands and legs in this generation. ആ ശിരസിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റവയവങ്ങളായ കൈകളും കാലുകളും കണ്ണുകളുമാണ് നമ്മൾ We ഓരോരുത്തരും. have to be the compassionate hand of Jesus. യേശുവിന്റെ ആർദ്രതയുടെ കൈകളായി നമുക്ക് We വർത്തിക്കാം. have to be the compassionate eyes of Jesus. യേശുവിന്റെ മനസ്സലിവിന്റെ കണ്ണുകളായി അന്യരുടെ ദൈന്യതകളെ, മറ്റുള്ളവരുടെ ഇല്ലായ്മകളെ കാണുവാൻ നമുക്ക് യേശുവിന്റെ കണ്ണുകളായി തീരാം. We have to be the compassionate ears of Jesus to hear the cry of the world. മറ്റുള്ളവരുടെ കരച്ചിൽ കേൾക്കുവാൻ, ലോകത്തിന്റെ ദൈന്യത കേൾക്കുവാൻ യേശുവിന്റെ ചെവികളായി നമുക്ക് മാറാം. We have to be the hands of Jesus that can stretch forth and heal and comfort people. അനേകരെ ആശ്വസിപ്പിക്കുവാനും സൗഖ്യമാക്കുവാനും ചേർത്ത് പിടിക്കുവാനും അവരെ പൊതിഞ്ഞു നിൽക്കുന്ന സ്നേഹമായി തീരുവാനും യേശുവിന്റെ കൈകളായി We തീരാം. have to be the legs of Jesus where we can walk to the needy and those who are depressed and oppressed and troublesome. ആവശ്യത്തിലിരിക്കുന്നവരുടെ അടുത്തേക്ക്, വിഷാദത്താൽ തല കുമ്പിട്ട് പോയവരുടെ ജീവിതത്തിലേക്ക് ഉപദ്രവങ്ങൾ ഉരുണ്ടുകൂടിയപ്പോൾ തല നിവരെ പിടിക്കുവാൻ പറ്റാതിരിക്കുന്നവരുടെ അടുത്തേക്ക് സ്നേഹത്തോടെ നടന്നു പോകേണ്ടതിന് യേശുവിന്റെ കാലുകളായി തീരാം. Jesus was not like many other gods who claim they are God. തങ്ങൾ ദൈവമെന്ന് അവകാശപ്പെടുന്ന മറ്റനേകം ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനല്ല നമ്മുടെ യേശു. He didn't sit in one place and ask people to come and bow down and take healing. എവിടെയെങ്കിലും ഒരു തലയിരുന്നു കൊണ്ട് എല്ലാവരും തന്റെ അടുത്തേക്ക് വരിക, തന്നെ നമസ്കരിക്കുക, തനിക്ക് പാദസേവ ചെയ്യുക എന്ന് പറയുന്ന ആരാധന കൊതിയനല്ല നമ്മുടെ യേശു. He went to the depressed and oppressed and the needy and the rejected ones. ആവശ്യത്തിലിരിക്കുന്നവന്റെ അടുത്തേക്ക്, തള്ളപ്പെട്ടവന്റെ അടുത്തേക്ക്, നികൃഷ്ടമായി എണ്ണപ്പെട്ടവന്റെ അടുത്തേക്ക്, ഉപദ്രവമേറ്റവന്റെ അടുത്തേക്ക് കടന്നുപോയവനാണ് നമ്മുടെ യേശു. And Jesus said, ആ യേശുവാണ് നമ്മളോട് പറഞ്ഞത്, as my Father sent me, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ I send you. ഞാൻ നിങ്ങളെ അയക്കുന്നു. Go to the needy. നിങ്ങൾ ആവശ്യത്തിലിരിക്കുന്നവരുടെ അടുത്തേക്ക് പോവുക. Go to the people who cry. കരയുന്നവരുടെ അടുത്തേക്ക് പോവുക. Go to people who need a healing. ഇടം കൈ വലം കൈ തിരിച്ചറിയാതെ രോഗത്താൽ ഭാരപ്പെടുന്നവരുടെ അടുത്തേക്ക് പോവുക. The church has to become the body of Christ nowadays. ഈ ദിവസങ്ങളിൽ ദൈവസഭ തിരിച്ചറിയേണ്ടുന്ന ഒരു വലിയ സത്യമുണ്ട്. സഭ ആരാണെന്നും ദൈവത്തിന്റെ ശരീരമാണെന്നും സഭ തിരിച്ചറിയണം. When church becomes the body of Christ, ദൈവത്തിന്റെ സഭ ക്രിസ്തുവിന്റെ ശരീരമായി പരിണമിക്കുമ്പോൾ we carry the anointing of Jesus. യേശുവിലുള്ള അതേ അഭിഷേകം തന്നെ പേറുന്നവരായി ഞാനും നിങ്ങളും മാറും. We carry the compassion of Jesus. യേശുവിൽ പരിവർത്തിച്ചിരുന്ന അതേ മനസ്സലിവ് ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മളിൽ ഉണ്ടാകും. We carry the mercy of Jesus. ഒരു വ്യക്തിയെ കാണുമ്പോൾ യേശു എത്രമാത്രം കരുണ കാണിച്ചിരുന്നുവോ അതേ കരുണ നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകും. Only a body can carry the anointing of God. ശരീരത്തിന് മാത്രമേ
ശിരസിന്റെ അതേ ഭാവങ്ങൾ ഏറ്റെടുക്കുവാനും ശിരസ് പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും കഴിയുകയുള്ളൂ. So my topic is അതുകൊണ്ട് എന്റെ പ്രസംഗത്തിന്റെ വിഷയം എന്ന് പറയുന്നത്, how can I bring back the glory of God? എങ്ങനെയാണ് ദൈവത്തിന്റെ മഹത്വം എനിക്ക് മടക്കി കൊണ്ടുവരുവാൻ കഴിയുന്നത്? How can I show that God is with us? ഇന്നും എന്നോട് കൂടെ ദൈവമുണ്ട് എന്ന് എനിക്ക് എങ്ങനെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ How കഴിയും? can the world know that there is a living God, there is a caring God in this world? ഈ ഭൂമിയിൽ ഇന്നും കരുതുന്ന ഒരു ദൈവമുണ്ടെന്നും സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ലോകത്തിന് എങ്ങനെയാണ് അടയാളപ്പെടുത്തുവാൻ കഴിയുന്നത്? Only one answer. അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. When you and I become the body of Christ, people will see God in us. നിങ്ങളും ഞാനും ക്രിസ്തുവിന്റെ ശരീരമായി തീരുമ്പോഴാണ് ആവശ്യത്തിലിരിക്കുന്ന, കരയുന്ന, വല്ലാത്ത അപമാനത്തിലിരിക്കുന്ന ലോകത്തിന് ഒരു കാര്യം തിരിച്ചറിയുവാൻ കഴിയും: ജീവനുള്ളൊരു ദൈവമുണ്ട് എന്ന്. People will see God in us when we demonstrate the power of God and the compassion of God and the character of God through us. നമ്മിലൂടെ ദൈവത്തിന്റെ ശക്തിയെയും ദൈവത്തിന്റെ വ്യക്തിത്വത്തെയും ദൈവത്തിന്റെ സ്വഭാവത്തെയും നമ്മൾ വെളിപ്പെടുത്തുമ്പോൾ നമ്മളെ കാണുന്ന ലോകം ഒരുപോലെ വിളിച്ചു പറയും: അവനിൽ, അവളിൽ ദൈവമുണ്ട് So എന്ന്. my question is, how can I show to the world there is a living God? എങ്കിൽ എൻ്റെ ഒരു കൊച്ചു ചോദ്യം എന്ന് പറയുന്നത്, ഈ ലോകത്തിന് മുൻപാകെ ജീവനുള്ള ഒരു ദൈവത്തെ നമുക്ക് എങ്ങനെ വെളിപ്പെടുത്തുവാൻ കഴിയും? Or how can I bring back the glory of God back into my life and back into the church? വേറൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ, എങ്ങനെയാണ് ഞാൻ കൂടി വന്ന് ആരാധിക്കുന്ന എൻ്റെ സഭയിൽ, എൻ്റെ സ്വന്തം വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വത്തെ എനിക്ക് മടക്കി കൊണ്ടുവരുവാൻ കഴിയുന്നത്? The glory of God doesn't mean the light around him. ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് നമ്മൾ ചിത്രങ്ങളിൽ കാണുന്ന തലയ്ക്ക് ചുറ്റും വ്യാപരിക്കുന്ന പ്രകാശഗോളമല്ല. The glory of God is his compassion and his mercy or his character. ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് നമ്മുടെ സമശിഷ്ടങ്ങൾ അനുഭവിച്ചറിയത്തക്കവണ്ണം ദൈവത്തിന്റെ മനസ്സലിവും ദൈവത്തിന്റെ ആർദ്രതയും ദൈവത്തിന്റെ കരുണയും വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. One day Moses asked God, God, I want to see your glory. ഒരിക്കൽ ഭക്തനായ മോശ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്: കർത്താവേ, എനിക്ക് അങ്ങയുടെ മഹത്വം ഒന്ന് കാണണമെന്ന്. And to his question God answered like this. അവന്റെ ആ ചോദ്യത്തിന് ദൈവം ഇപ്രകാരമാണ് ഉത്തരമരുളിയത്: I am a compassionate God. മോശയെ, നിനക്ക് എന്റെ മഹത്വം കാണണമെന്നല്ലേ പറഞ്ഞേ? ഞാൻ മനസ്സലിവുള്ള ദൈവമാണ്. I am a merciful God. ഞാൻ കരുണാസമ്പന്നനായ ദൈവമാണ്. Merciful from generation to generation. തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് പകരുന്ന കരുണ. Otherwise God revealed his glory through his character. തന്റെ സ്വഭാവത്തിലൂടെയാണ് തലമുറകളായി ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നത്. His glory is his compassion. അവിടുത്തെ മഹത്വം എന്ന് പറയുന്നത് അവിടുത്തെ മനസ്സലിവാണ്. His glory is his mercy. അവിടുത്തെ മനസ്സലിവ്, അവിടുത്തെ മഹത്വം എന്ന് പറയുന്നത് അവിടുത്തെ ദയയാണ്. Now it is a high time the church should reflect the glory of God. ദൈവസഭ ദൈവത്തിന്റെ മഹത്വത്തെ, ദൈവത്തിന്റെ കരുണയെ സ്വന്തം ജീവിതം കൊണ്ട്, പ്രവർത്തനം കൊണ്ട് വെളിപ്പെടുത്തേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. So this morning my question is, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്നവരോടുള്ള എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, how can I bring back the glory of God in my life? എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ മഹത്വത്തെ എനിക്ക് മടക്കി കൊണ്ടുവരുവാൻ How can കഴിയുന്നത്? I bring back the glory of God into my church? എൻ്റെ സഭയിലേക്ക് ദൈവത്തിന്റെ മഹത്വത്തെ എനിക്ക് എപ്രകാരമാണ് മടക്കി കൊണ്ടുവരുവാൻ കഴിയുന്നത്? For that, the first thing what I have to know is what is the glory of God. അങ്ങനെ മടക്കി കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഞാൻ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യം, എന്താണ് ദൈവത്തിന്റെ മഹത്വം? What is the glory of God? എന്താണ് ദൈവത്തിന്റെ മഹത്വം? Glory is the thing that makes you unique from other people. മറ്റുള്ളവരിൽ നിന്നും നിങ്ങളെ വ്യത്യസ്തരാക്കുന്ന എന്തോ, അതാണ് മഹത്വം എന്ന് പറയുന്നത്. What is your glory in your life? എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മഹത്വമായി നിങ്ങൾക്ക് എടുത്തു കാണിക്കുവാനുള്ളത്? That unique thing in you that people won't see in other people. മറ്റുള്ളവരിൽ കാണാത്ത, മറ്റുള്ളവരിൽ കേൾക്കാത്ത, നിസ്തുല്യമായ സമാനതകളില്ലാത്ത എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ലോകത്തിന് പരിചയപ്പെടുത്തുവാനുണ്ടോ? And that uniqueness is called your glory. അങ്ങനെയുള്ള നിസ്തുല്യമായ സമാനതകളില്ലാത്ത, മറ്റുള്ളവരിൽ കാണാത്ത ഒന്ന് നിങ്ങളിലുണ്ട് എങ്കിൽ അതിനെയാണ് മഹത്വം എന്ന് പറയുന്നത്. That is the glory of God. അതാണ് ദൈവത്തിന്റെ മഹത്വം എന്ന് The പറയുന്നത്. Bible says, ദൈവത്തിന്റെ വചനം പറയുന്നു, there is no other God so compassionate and merciful. നമ്മുടെ ദൈവത്തെ പോലെ മനസ്സലിവുള്ള,
കരുണയുള്ള മറ്റൊരു ദൈവവുമില്ല. That is the glory of God. അതാണ് ദൈവത്തിന്റെ മഹത്വം. And this is the high time the church should rise up and show that glory to the world. ദൈവത്തിന്റെ മഹത്വത്തെ ലോകത്തിന് മുൻപാകെ വിശദീകരിച്ചു കൊടുക്കേണ്ടുന്ന, വിവരിച്ചു കൊടുക്കേണ്ടുന്ന ആ ഉയർന്ന തലത്തിലേക്ക് ദൈവത്തിന്റെ സഭ എഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു. So what shall I do to show the glory to the world? അതുകൊണ്ട് ലോകത്തിന് ദൈവത്തിന്റെ മഹത്വത്തെ കാണിച്ചു കൊടുക്കുവാൻ, വിവരിച്ചു കൊടുക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? The first thing, ആദ്യത്തെ കാര്യം, I should understand what the glory of God. ദൈവത്തിന്റെ മഹത്വം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ, വ്യക്തമായ ഒരു ബോധ്യം എനിക്കുണ്ടായിരിക്കണം. Read the Bible. ദൈവത്തിന്റെ വചനം വായിക്കുക. And find out what is the glory of God. എന്നിട്ട് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വം എന്താണ്, എവിടെയാണെന്ന് തിരയുക. His glory is not his name. അവിടുത്തെ മഹത്വം എന്ന് പറയുന്നത് അവിടുത്തെ പേരല്ല. His glory is his character. അവിടുത്തെ മഹത്വം എന്ന് പറയുന്നത് അവിടുത്തെ സ്വഭാവമാണ്. What is his character? എന്താണ് അവിടുത്തെ ദിവ്യപ്രകൃതം? Holiness, വിശുദ്ധിയാണത്, compassion, മനസ്സലിവാണത്, merciful, കരുണയാണത്, faithfulness. വിശ്വസ്തതയാണത്. All these makes the glory of God. ഇതെല്ലാം ചേർന്ന് വരുന്ന ദൈവത്തിന്റെ ദിവ്യപ്രകൃതമുണ്ടല്ലോ, അതാണ് ദൈവത്തിന്റെ So മഹത്വം. the first thing what we have to do to bring the glory of God back into our life and into the church, നമ്മുടെ സഭയിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും ദൈവത്തിന്റെ മഹത്വത്തെ മടക്കി നടത്തേണ്ടതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. understand what the glory of God is. എന്താണ് ദൈവത്തിന്റെ മഹത്വം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ബോധ്യം പ്രാപിക്കുക. Bible has revealed what the glory of God is. ദൈവത്തിന്റെ മഹത്വം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് മറപൊരുളില്ലാതെ ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. Secondly, രണ്ടാമത്തേത്, be aware of the absence of the presence of God in you. ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ സാന്നിധ്യമില്ലായ്മയും നമ്മൾ ഒരുപോലെ തിരിച്ചറിയണം. We have to understand that God's glory somehow left us. എവിടെയൊക്കെയോ ഏതൊക്കെയോ കാരണങ്ങളെ കൊണ്ട് നമ്മളിൽ നിന്നും ദൈവ സാന്നിധ്യം പടിയിറങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ള ആ ദുഃഖ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. When you become selfish, നിങ്ങൾ സ്വാർത്ഥരായി തീരുമ്പോൾ the glory of God will leave you. നിശ്ചയമായും നിങ്ങളിൽ നിന്നും ദൈവത്തിന്റെ മഹത്വം പടിയിറങ്ങിപ്പോകും. Compassion and selfishness cannot live together. ഒരിക്കലും സ്വയം കാര്യം നോക്കുന്ന ഒരു വ്യക്തിയോടുകൂടെ ഉദാരവാനായ കരുണാസമ്പന്നനായ ദൈവത്തിന് ഇരിക്കുവാൻ കഴിയുകയില്ല. Mercy and selfishness does not live together. ഒരിക്കലും സ്വാർത്ഥതയ്ക്കും ദയയ്ക്കും ഒരേ നുകത്തിന്റെ കീഴിൽ പോകാനൊക്കില്ല. Now the church has become so selfish. ഇന്ന് പലവിധ കാരണങ്ങളാൽ ദൈവസഭ സ്വാർത്ഥതയുടെ മറുപേരായി തീർന്നിരിക്കുന്നു. We have divided people on the basis of color, faith, religion and caste. എല്ലാവരും ഒരുപോലെ ആയിരിക്കേണ്ടുന്ന ദൈവസഭയ്ക്കകത്ത് നിർഭാഗ്യവശാൽ വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ, സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ, സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പല തട്ടുകളായി ദൈവസഭ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. Selfishness has entered and conquered the church. സഭയ്ക്കകത്തേക്ക് എല്ലാവരെയും ഒരുപോലെ കാണുവാൻ, ഒരുപോലെ ചേർത്ത് പിടിക്കേണ്ടുന്ന ദൈവസഭയ്ക്കകത്തേക്ക് സ്വാർത്ഥത കടന്നു വന്നിരിക്കുന്നു. സ്വാർത്ഥതയാണ് ഇപ്പോൾ സഭയുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. So what happened? അതുകൊണ്ട് എന്ത് സംഭവിച്ചു? When selfishness crept into the church, സഭയ്ക്കകത്തേക്ക് സ്വാർത്ഥത ഇഴഞ്ഞു കയറിയപ്പോൾ the glory of God left the church. സ്വാർത്ഥത കയറുന്ന അതേ അനുപാതത്തിൽ ദൈവമഹത്വം ദൈവസഭയിൽ നിന്നും പുറത്തോട്ട് പോയി. Compassion and mercy left the church. ദൈവസഭയിൽ നിന്നും മനസ്സലിവും കരുണയും എപ്പോഴേ പോയി. And we have to acknowledge that the absence of the presence of God. ദൈവമഹത്വമില്ല എന്നുള്ളതും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിൽ നിന്നും പോയി എന്നുള്ളതും ആ ദുഃഖകരമായ യാഥാർത്ഥ്യം നമ്മൾ അനുഭവിച്ചറിഞ്ഞ് നമ്മളത് തിരിച്ചറിയണം. The first thing you have to know what glory is. ആദ്യമായി ദൈവമഹത്വം നമ്മിലേക്ക് മടക്കി കൊണ്ടുവരേണ്ടതിന് നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം, എന്താണ് മഹത്വം എന്ന് അറിഞ്ഞിരിക്കണം. The glory of the church is not the building. സഭയുടെ മഹത്വം എന്ന് പറയുന്നത് സഭ കെട്ടിപ്പൊക്കിയ കെട്ടിടത്തിന്റെ വലിപ്പമല്ല. The glory of the church is not the institutions we have. നമുക്കുള്ള നിരവധി എണ്ണമറ്റ സ്ഥാപനങ്ങളല്ല സഭയുടെ മഹത്വത്തിന്റെ അടയാളങ്ങൾ. The glory of the church is not the membership the church has. എത്ര പേർ കടന്നു വന്ന് ദൈവത്തെ വിശുദ്ധ സഭായോഗങ്ങൾ സംബന്ധിക്കുന്നു, സഭയുടെ ആളുകളുടെ പെരുപ്പമല്ല സഭയുടെ മഹത്വം എന്ന് പറയുന്നത്. The glory of the church is not the financial status of the church. സഭയുടെ സാമ്പത്തിക സുരക്ഷിതത്വവും ഭദ്രതയും അല്ല
സഭയുടെ മഹത്വം എന്ന് പറയുന്നത്, the glory of the church is not an educational leadership of that church. എത്രത്തോളം വിദ്യാസമ്പന്നരായ നേതൃത്വമാണ് സഭയ്ക്കുള്ളത്, അതൊന്നുമല്ല ദൈവമഹത്വത്തിന്റെ, സഭയുടെ മഹത്വത്തിന്റെ അടയാളം. The glory of the church is the character of God. സഭയുടെ മഹത്വം എന്ന് പറയുന്നത് ദൈവിക സ്വഭാവമുള്ളവരായി തീരുക എന്നുള്ളതാണ്. Does the world see the character of God in me? എന്നെ കാണുന്ന ലോകത്തിന് എന്നിൽ ദൈവത്തിന്റെ സ്വഭാവം ദർശിക്കുവാൻ കഴിയുന്നുണ്ടോ? Compassion, mercy, faithfulness, holiness. ദൈവത്തിന്റെ ദിവ്യപ്രകൃതങ്ങളായ മനസ്സലിവ്, വിശ്വസ്തത, വിശുദ്ധി, കരുണ, ഇതൊക്കെ എന്നെ കാണുന്ന ലോകത്തിന് എന്നിലൂടെ അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ? Secondly, രണ്ടാമതായി, we should be aware of the absence of the glory of God in us. നമ്മിലുള്ള ദൈവ സാന്നിധ്യത്തിന്റെ അസാന്നിധ്യം, അഭാവം നമ്മൾ തിരിച്ചറിയണം. And once you know that, ഒരിക്കൽ നിങ്ങൾ ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, cry out for the glory of God. മറ്റെന്തിനേക്കാളും ഉപരിയായി നിങ്ങളിൽ ഒരു കാലത്തുണ്ടായിരുന്ന എന്നാൽ ഇപ്പോൾ ഇല്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ ആ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നിങ്ങൾ നെടുമ്പാടും വീണ് കരയും. Pray to God, Lord, I want to be more compassionate like you. ഇന്ന് പകൽക്കാലം കേട്ടതിന്റെ വെളിച്ചത്തിൽ ഒരിക്കൽ കൂടി ഒരു ആവർത്തി കൂടി കർത്താവിനോട് പറയാമോ? കർത്താവേ, കുറെ കൂടി മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ എന്നെ ബലപ്പെടുത്തണമേ. Make me more merciful when people share their problems to me. കർത്താവേ, മറ്റുള്ളവർ തങ്ങളുടെ വ്യതകൾ, വ്യസനങ്ങൾ, നൊമ്പരങ്ങൾ എന്നോട് പങ്കുവയ്ക്കുമ്പോൾ ഞാൻ ഇപ്പോൾ അവരോട് പെരുമാറുന്നതിനേക്കാളും മനസ്സലിവോടെ അവരോട് ഇടപെടുവാൻ അങ്ങനെ ബലപ്പെടുത്തണമേ. Make me compassionate as you. കർത്താവേ, അങ്ങയെ പോലെ മറ്റുള്ളവരെ കാണുമ്പോൾ, ആളുകളെ കാണുമ്പോൾ മനസ്സലിവുള്ളവനായി തീരുവാൻ, മനസ്സലിവുള്ളവളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Lord, help me to be more merciful to others' needs. കർത്താവേ, മറ്റുള്ളവരുടെ ആവശ്യങ്ങളോട് കുറെ കൂടി മനസ്സലിവുള്ളവരായി ഞങ്ങളെ അങ്ങ് മാറ്റണമേ. As you loved the people irrespective of color, caste, creed and religion. കർത്താവേ, അങ്ങ് പുരുഷാരത്തെ കണ്ടപ്പോൾ അവരുടെ മതമേതെന്നോ ജാതിയേതെന്നോ വർഗമേതെന്നോ വർണ്ണമേതെന്നോ നോക്കാതെ അവരോട് മനസ്സലിവ് കാണിച്ചതുപോലെ, Lord, help me to extend thy love through me. കർത്താവേ, ആ മഹാസ്നേഹം ഈ കൊച്ചായുസിൽ ഞങ്ങളിലൂടെ, വ്യക്തിപരമായി എന്നിലൂടെ അനേകർ ദർശിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് പദവി തരണമേ. Shall we stand in the presence of God? ദൈവത്തിന്റെ സന്നിധാനം എഴുന്നേറ്റ് നിൽക്കാമോ? Would you pray to the Lord like that? ഇതുപോലൊരു പ്രാർത്ഥന നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുമോ? Lord, I want your glory to be manifested in me. കർത്താവേ, എൻ്റെ ഈ ആയുസ് എരിഞ്ഞടങ്ങുന്നതിന് മുൻപേ അങ്ങയുടെ മഹത്വം എൻ്റെ ജീവിതത്തിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ അങ്ങനെ സഹായിക്കണമേ. I want your glory to be manifested in my life and wherever I go. കർത്താവേ, ഞാൻ പോകുന്നിടത്തൊക്കെയും അങ്ങയുടെ മഹത്വം മാത്രം എന്നിലൂടെ വെളിപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ. Make me a channel of your glory and mercy. കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൻ്റെയും അങ്ങയുടെ കരുണയുടെയും ഒരു കൈവഴിയായി അങ്ങനെ ഉപയോഗിക്കണമേ. Father, we just thank you for speaking to us this morning. കർത്താവേ, ഇന്ന് പകൽക്കാലവും വിട്ടുകളയാതെ ഞങ്ങളോട് അങ്ങ് ഹൃദ്യമായി സംസാരിച്ച സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. Thank you for your presence. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിനായി സ്തോത്രം. Thank you for calling us to carry your glory in this world. കർത്താവേ, ഈ ഭൂമിയിൽ അങ്ങയുടെ മഹത്വം ചുമക്കുവാനായി അങ്ങ് ഞങ്ങളെ വിളിച്ച സ്നേഹത്തിനായി സ്തോത്രം. Lord, wherever we go, we want to be the glory carriers. കർത്താവേ, അങ്ങ് ഞങ്ങളെ അയക്കുന്നിടത്തൊക്കെയും ഞങ്ങൾ പോകുന്നിടത്തെല്ലാം അങ്ങയുടെ മഹത്വം വഹിക്കുന്നവരാക്കി അങ്ങ് ഞങ്ങളെ മാറ്റണമേ. Irrespective of caste, color and creed. ജാതി, മതവർഗ, വർണ്ണ, ഭാഷാ വ്യത്യാസങ്ങൾക്കുപരിയായി, nationality and the financial status. കർത്താവേ, ദേശീയതയ്ക്കും സാമ്പത്തികമായ ഭദ്രതകൾക്കുമൊക്കെ അപ്പുറത്ത് Help us to love people. കർത്താവേ, മനുഷ്യനെ മനുഷ്യനെന്ന വണ്ണം കണ്ടറിഞ്ഞ് അങ്ങ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. Show your love so that they can see your glory. കർത്താവേ, അങ്ങയുടെ മഹത്വം മനുഷ്യർ കാണേണ്ടതിന് വേണ്ടി അങ്ങ് സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. All glory and honor and praise be to you. സകല മാനവും മഹത്വവും
ആരാധനയും പുകഴ്ചയും അങ്ങേക്ക് മാത്രം. In Jesus' name we pray. യേശുവിൻ നാമത്തിൽ തന്നെ. Amen, amen. ആമേൻ.